നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛനെയോ നേരിട്ട് എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല. അതിനുള്ള അവസരം അച്ഛൻ എനിക്ക് ഒരിക്കലും തരുന്നില്ല. ഇങ്ങനെങ്കിലും ഞാൻ എന്റെ മനസ്സിലെ ഇഷ്ടം കാണിച്ചോട്ടെ രാജു. അതിന് കാശിന്റെ കണക്ക് പറയരുത്. നീ ഇങ്ങനെ ഇരുന്ന് കരയാതെ മോളെ, എന്തെങ്കിലും കഴിക്കണ്ടേ? എത്ര നേരം നീ ഒറ്റയിരുപ്പിരിക്കാൻ തുടങ്ങിയിട്ട്? എനിക്ക് വേണ്ടഞ്ഞിട്ടാ ചെറിയമ്മേ, വിശപ്പില്ല. ഇത് തന്നെയാ ഞാൻ ചോദിച്ചപ്പോഴും ചേച്ചി പറഞ്ഞത്. വിശപ്പൊക്കെ ഉണ്ടാവും. അപ്പുറത്ത് വന്നിരുന്ന് കഴിക്കാൻ മടിയുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിച്ചാ മതി. അതിനാ ഭക്ഷണം ഇങ്ങോട്ടെടുത്തത്. ഞാൻ കാരണമാണോ ചെറിയമ്മേ എന്റെ അച്ഛനും അമ്മയും പിരിഞ്ഞത്? ഞാൻ കാരണമാണോ അച്ഛൻ തനിച്ചായത്? ആയിരിക്കും. അതുകൊണ്ടാണല്ലോ അച്ഛൻ എന്നോട് ഇത്ര ദേഷ്യം. അങ്ങനെയൊന്നല്ല മോളെ, നീ കാരണമൊന്നല്ല അവര് പിരിഞ്ഞത്. അതിന് കാരണം വിധിയാ. ഒരുമിച്ച് ജീവിക്കാൻ അവർക്ക് യോഗം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെന്തിനാ അച്ഛൻ എന്നോട് ഇത്രയും ദേഷ്യം കാണിക്കുന്നത്? അച്ഛൻ എന്നോട് മിണ്ടാറ് പോലും ഇല്ല. അച്ഛന്റെ നായിക്ക് നൽകുന്ന സ്ഥാനം പോലും അച്ഛൻ എനിക്ക് തരുന്നില്ല. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ അച്ഛൻ എന്നോട് ഇങ്ങനൊക്കെ പെരുമാറുന്നേ? അതിന്റെ കാരണം നിന്റെ അച്ഛന് മാത്രം അറിയൂ. ഒന്ന് ഞാൻ പറയാം, നീ നല്ല കുട്ടിയാ, മിടിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടും. നിന്റെ അച്ഛനും നിന്നെ അംഗീകരിക്കും. ശരിയാ ചേച്ചി, അങ്ങനെ തന്നെയാ സംഭവിക്കാൻ പോകുന്നത്. നീ ഈ ഭക്ഷണം കഴിക്കുക. അതും ഇതും ആലോചിച്ച് വെറുതെ മനസ്സ് വിഷമിപ്പിക്കണ്ട. വേണ്ടഞ്ഞിട്ടാ ചെറിയമ്മേ. അതൊന്നും പറഞ്ഞാ പറ്റില്ല, കഴിച്ചേ പറ്റൂ. ഞാൻ വരുത്തരാം. കഴിക്ക്. മതി ചെറിയമ്മേ. സാനിയുടെ കല്യാണം മുടങ്ങാൻ നീ ഒരു കാരണമായെന്നേ ഉള്ളൂ. അത് മുടങ്ങാൻ നിമിത്തങ്ങൾ എന്തെങ്കിലും വേണല്ലോ. അതോർത്ത് നീ വിഷമിക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, യോഗം അത് വേണം എന്തിനും. എടി നിന്ന് പറഞ്ഞ കാശൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഓവേട്ടാ, ഞാൻ ആരാ മോള്? നിന്നെ പണ്ട് എനിക്ക് അറിഞ്ഞൂടെ. പക്ഷേ അച്ഛൻ, നിന്റെ അച്ഛൻ എന്നെ പറ്റിക്കുന്നു എന്റെ പേടി. ഓ ഇല്ല ഏട്ടാ, കാശ് റെഡിയാ. അതല്ലടി, ഈ കിളുന്ത് കോഴിക്ക് പകരം മുറ്റിയ കോഴിയാണ് മേടിച്ചോണ്ട് വരൂ. എന്തായാലും കോഴിയല്ലേ, ചവച്ചതിന്റെ. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? എന്തിനാ അറിയുന്നേ? നന്നായിട്ടത് എഴുതാൻ പറ്റിയോ? അതിനു മുൻപ് ഞാൻ അങ്ങോട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ആ പെണ്ണിനെ കൊണ്ടുപോയി വിട്ടോ? വിട്ടു. ചിലർക്കൊക്കെ ഒരു തോന്നലുണ്ട്, പരീക്ഷ തോറ്റ എന്നെ വേഗം അങ്ങ് കെട്ടിച്ചു വിടുന്നു. വെറുതെ അതൊന്നും നടക്കാൻ പോകുന്നില്ല. അയ്യോ മാഡം, ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. താൻ ചിന്തിക്കില്ല, അതുകൊണ്ടാ പരീക്ഷ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചത്. തന്റെ മനസ്സ് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ കുറിച്ചു വെച്ചോ, ഋതികയുടെ കല്യാണം നടക്കാൻ പോകുന്നില്ല. നടക്കണമെങ്കിൽ ഞാൻ വിചാരിക്കണം. മാഡം എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ ഒരിക്കലും അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. താൻ എങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണെങ്കിലും എനിക്കൊന്നുമില്ല. എന്റെ ജീവിതം ഞാനാ തീരുമാനിക്കുന്നത്, കല്യാണത്തിന്റെ കാര്യത്തില് പ്രത്യേകിച്ചും. വൈകാതെ അത് മനസ്സിലായിക്കോളും എല്ലാവർക്കും. അല്ല മാഡം, അതായത് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. മുന്നോട്ട് നോക്കി വണ്ടി ഓടിക്ക്. വെറുതെ ആക്സിഡന്റ് ഉണ്ടാക്കി വെക്കാതെ. ശരി മാഡം. ഈ നശിച്ച ട്രാഫിക് ബ്ലോക്ക് എപ്പോ തീരും? ഉടനെ തീരും മാഡം. കാഴ്ചപ്പാടില്ല നമ്മുടെ ഭരണാധികാരികൾക്ക്. അല്ലെങ്കിൽ
ഇങ്ങനെയുള്ള ചെറിയ റോഡുകളൊന്നും ഉണ്ടാക്കി വെക്കില്ലായിരുന്നല്ലോ. എന്തെങ്കിലും തരണം മാഡം. ഇവനൊക്കെ വല്ല പണിയെടുത്ത് ജീവിച്ചൂടെ? നല്ല തണ്ടുനടിയുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മാഡം? ഈ പ്രതാപന് പ്രതാപം ഇല്ലെന്നാ എല്ലാരും പറയുന്നു. തന്റെ പേരെന്താന്നാ പറഞ്ഞേ? പ്രതാപൻ. പ്രതാപൻ എന്റെ അച്ഛന്റെ പേരാണല്ലോ. മേഡം വേണ്ട, വേണ്ട മേഡം. കുഴപ്പമില്ല, മണ്ടത്തിലായി കാണിക്കുന്നത്. സാരില്ല. എന്റെ അച്ഛന്റെ പേരുള്ള ഒരാളല്ലേ, കൊണ്ടുപോയിക്കോട്ടെ. മേഡം മേഡം മേഡം. ദാ, ഇത് വെച്ചോ. എന്തെങ്കിലും സ്വയം തൊഴിൽ ചെയ്യാൻ നോക്ക്. വലിയ ഉപകാരം. കുട്ടിക്ക് നല്ല മനസ്സാ, സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവും. കുട്ടിയുടെ കല്യാണം എത്രയും വേഗം നടക്കും. എന്താ ഇടിയിട്ടുന്നു. അയാൾ പറഞ്ഞത് കേട്ടില്ലേ? കല്യാണം എത്രയും വേഗം നടക്കണമെന്ന്. നമ്മളത് ഒരിക്കലും നടക്കലേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാ അയാളുടെ ഒരു അനുഗ്രഹം. അയാളെ ഇടിയിട്ടെന്ന് വിളിക്കരുത് മേഡം. അയാൾക്ക് മാഡത്തിന്റെ അച്ഛന്റെ പേരാ. ആ, അത് ശരിയാണല്ലോ. സോറി, ഞാനത് ഓർത്തില്ല. തന്റെ പേരെന്താന്നാ പറഞ്ഞ? രാജു. രാജു എന്നല്ല, ലോക തോൽവി. ശരിക്കും ഇടിയട്ടെ താന മണ്ടൻ. ഞാൻ മാഡം എന്തെങ്കിലും തരണം മാഡം. എന്താ എന്ത് വേണം? പ്രതാപൻ എന്ന പേരുള്ള പിച്ചക്കാർക്ക് കൈ നിറച്ച് കാശ് കൊടുക്കണ്ടെന്ന് കേട്ടു. ഞങ്ങളെല്ലാം പ്രതാപന്മാരാ. നിങ്ങളും? അതെ, എന്റെ ഭർത്താവിന്റെ പേര് പ്രതാപൻ എന്നാ. എന്റെ പേര് ലതിക പ്രതാപൻ. ചിരിക്കണ്ട. കയ്യിലുള്ളത് മുഴുവൻ ഞാൻ ഇവർക്ക് കൊടുക്കാൻ പോവാ. വേണ്ട. എന്ത് ദോഷം. എത്രയും വേഗം കുട്ടിയുടെ കല്യാണം നടക്കും. നല്ല ഭർത്താവിനെ കുട്ടിക്ക് കിട്ടും. പെട്ടെന്ന് കല്യാണം നടക്കും. ഇവര് ഇത്രയൊക്കെ പഠിച്ചിട്ടും മാഡം ഇങ്ങനെയാണല്ലോ പെരുമാറുന്നത്. കഷ്ടം. പ്രതാപൻ എന്ന് പലർക്കും പേരുണ്ടാവില്ല മാഡം. അതില് കൊലപാതകി മുതല് കൊള്ളക്കാരൻ വരെ ഉണ്ടാവും. അച്ഛന്റെ പേര് അതാണെന്ന് കരുതി അവരോട് മുഴുവനെ ലോഹ്യം കാണിക്കാൻ നിന്ന എന്താവസ്ഥിതി? മാഡം ഈ ലോകത്ത് ഒരേ ഒരു പ്രതാപനെ മാത്രം സ്നേഹിച്ചാൽ മതി. അത് എന്റെ സാറ് കൂടിയായ മന്ത്രി പ്രതാപവർമ്മയാ. ബാക്കി ഒരു പ്രതാപനെയും മാഡം ഗൗനിക്കണ്ട. ഗൗനിച്ച ഇപ്പൊ സംഭവിച്ചതുപോലെ സംഭവിക്കും. കയ്യിൽ നിന്ന് കാശ് പോവും. പൊക്കോട്ടെ. എന്നാലും സാരമില്ല. അച്ഛനെയോ നേരിട്ട് എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല. അതിനുള്ള അവസരം അച്ഛൻ എനിക്ക് ഒരിക്കലും തരുന്നില്ല. എങ്ങനെയെങ്കിലും ഞാൻ എന്റെ മനസ്സിലെ ഇഷ്ടം കാണിച്ചോട്ടെ രാജു. അതിന് കാശിന്റെ കണക്ക് പറയരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.